ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പരീക്ഷണം ചെയ്യാൻ പോവാം കേട്ടോ. പരീക്ഷണം വേറെ ഒന്നുമല്ല, ഇഷ്ടംപോലെ മാങ്ങ ഇരിപ്പുണ്ടെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പുഡിങ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ പുഡിങ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധമേ ഉള്ളൂ പുഡിങ്ങുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനോടും പറഞ്ഞ് അവനെ ഞാൻ ഇളക്കി നിർത്തിയേക്കാണ് കേട്ടോ. അവനും ഭയങ്കര കൊതി പിടിച്ച് കിടക്കാമെന്ന് പുഡിങ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണം പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. ഏതാണെന്ന് മനസ്സിലായോ? തിരയുണ്ടാക്കിയില്ലേ? തിരയുണ്ടാക്കി വെച്ചെന്ന് തുടങ്ങിയ മഴയാണ്. രാവിലെ ഒരു ഇത്തിരി നേരം വെയിൽ കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് മുന്നേ മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനെ 2-3 ദിവസം ഇരുന്നപ്പോഴത്തേക്ക് മാങ്ങാത്തിര കംപ്ലീറ്റ് പൂപ്പൽ വന്നു. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ നമുക്കത് പോട്ടെ, ഇനിയിപ്പോൾ സാരമില്ല. എൻ്റെ ഒരു ദിവസത്തെ പണി വെറുതെ ആയിന്നേ ഉള്ളൂ. നമുക്ക് സാരമില്ല, നമുക്കിനിയും സമയമുണ്ടല്ലോ അടുത്ത് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. പുഡിങ് വേറെ ഒന്നുമില്ല, മാങ്ങയും പാലും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊന്നും എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അത് നോക്കി ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ഫോണിൽ നോക്കുന്നുണ്ട് ഇനി അടുത്തതെന്താ ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്ത് അവിടെ വെക്കുക. പിന്നെ നമ്മളൊരു പാനിലേക്ക് ഈ അരച്ച് വെച്ച പൾപ്പൊടി ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാനാവുമ്പോഴേക്ക് ഈ പാലും കോൺഫ്ലവർ മിക്സും കൂടി അതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ക്രീമി ടെക്സ്ചർ പോലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ട് തണുപ്പ് അതിൻ്റെ ഒരു ചൂടാറി കഴിഞ്ഞിട്ട് അതെടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കലെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് ശരിയാവും പോലും. പക്ഷേങ്കിൽ എൻ്റെ പണി എവിടെയോ വാളിയിട്ടുണ്ട്. ഇതേതായാലും വെള്ളം പോലെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു പാല് കൂടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും വീഡിയോയിലൊരു 3 മണിക്കൂർ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്കൂർ വെച്ചിട്ടും എൻ്റെ പുഡിങ്ങിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാമേ. വെള്ളം പോലെ ആയിപ്പോയി കേട്ടോ. എന്തായാലും നമ്മുടെ പണി വാളിയിട്ടുണ്ട്. അല്ലെങ്കിലും എല്ലാ പരീക്ഷണങ്ങളും ഞാൻ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ്. അങ്ങനെ വിജയകരമായി നമ്മുടെ പുഡിങ് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.